അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനം നമ്മൾ കണ്ടിരുന്നു. കൊടുത്ത ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ റാഹിയും മറ്റുള്ളവരെയും മാത്യു പണിഷ് ചെയ്യാനായിട്ട് തുടങ്ങുമായിരുന്നു. അങ്ങനെ അവരെ ആ ഒരു മലയുടെ മുകളിൽ നിന്ന് താഴെ ഇടാനായിട്ട് വന്ന സമയത്ത് കറക്റ്റ് സമയത്ത് അവിടെ കങ്ങ് വന്നിട്ട് അവരെ രക്ഷിക്കുകയാണ്. കൂടാതെ കങ്ങ് തൻ്റെ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് മാത്യു ആയിട്ട് ഫൈറ്റ് ചെയ്യുമായിരുന്നു. തടയാനായിട്ട് ദോഹുക്ക് വന്നെങ്കിലും ദോഹുക്കിനെയും അവിടുന്ന് മാറ്റുകയാണ് കങ്ങ്. സ്വന്തം ജീവനും കൊണ്ട് ബാക്കിയുള്ളവർ ഓടിയ സമയത്ത് കങ്ങ് മാത്യുവിനെയും കൊണ്ട് ആ ഒരു വെള്ളത്തിലേക്ക് എടുത്ത് ചാടുകയും കൂടെ ചെയ്തിരുന്നു. അങ്ങനെ വെള്ളത്തിൽ വീണ കങ്ങ് ചില കാര്യങ്ങൾ ആലോചിക്കുകയാണ്. സത്യം എത്രയും പെട്ടെന്ന് പുറത്തു വരണം എന്നാണ് കങ്ങ് വിചാരിക്കുന്നത്. ചില കാര്യങ്ങൾ കൊണ്ട് തന്നെ കങ്ങിൻ്റെ മനസ്സിൽ മാത്യുവിനെ പറ്റി ചില ഡൗട്ടുകൾ ഉണ്ടായിരുന്നു. മാത്യു മിസ്റ്റർ ലീ തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ കങ്ങിന് ഡൗട്ട് വന്ന് തുടങ്ങിയിരുന്നു. ഈ സമയത്ത് ഇതിൻ്റെ ഒക്കെ ഇടയ്ക്ക് നടന്ന ചില ഫ്ലാഷ് ബാക്ക് സീനുകൾ കാണിക്കുകയാണ്. കങ്ങ് ചെയർമാൻ ബങ്ങിൻ്റെ പൈസയൊക്കെ വെച്ചിരുന്ന സ്ഥലത്തേക്ക് ചെല്ലുകയാണ് ഒരു ദിവസം. കങ്ങിന് ചില കാര്യങ്ങൾ ഭയങ്കര സ്ട്രെയിഞ്ച് ആയിട്ട് തോന്നി. അതെന്താണെന്ന് വെച്ചാൽ മിസ്റ്റർ ബങ്, അതായത് ചെയർമാൻ ബങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പൈസ മുഴുവൻ മിസ്റ്റർ ലീക്കുള്ളതാണെന്ന്. പക്ഷേ എന്നിട്ടും ചെയർമാൻ ബങ് ആ പൈസ ഫുള്ള് കങ്ങിന് വേണ്ടി കൊടുത്തു. കൂടാതെ മിസ്റ്റർ ലീയോട് പൈസ എവിടെയാണ് ഉള്ളതെന്നുള്ള കാര്യം ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കരുതെന്നും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എത്ര ആലോചിച്ചിട്ടും കങ്ങിന് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പൈസ കയ്യിലെത്തിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് അത്യാഗ്രഹം വർദ്ധിക്കും എന്നും കൂടി ചെയർമാൻ കങ്ങിനടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കാണിക്കുന്നത് മാത്യു റാഹി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് പബ്ലിക്കലി അനൗൺസ് ചെയ്ത ആ ഒരു ദിവസത്തെ കാര്യങ്ങളാണ്. അങ്ങനെ മാത്യു ചെയ്തതിന് ഉദ്ദേശം തന്നെ തൻ്റെ കമ്പനിയുടെ വളർച്ചയ്ക്കും പിന്നെ പൈസ സമ്പാദിക്കാനും വേണ്ടിയിട്ടാണ്. ഈ ഒരു കാര്യം മിസ്റ്റർ ലീ ചെയ്തു എന്ന് ആലോചിക്കുമ്പം തന്നെ കങ്ങിന് ഭയങ്കര സ്ട്രെയിഞ്ച് ആയിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. കൂടാതെ ആ ഒരു സമയത്ത് മാത്യുവിൻ്റെ മുഖത്ത് പൈസയോടുള്ള അമിതമായ ഒരു അത്യാഗ്രഹവും കങ്ങിന് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ദോഹുക്ക് ആശുപത്രിയിലായിരുന്ന സമയത്ത് റാഹിയുടെ അടുത്ത് വന്നിട്ട് മാത്യു ഒച്ച വെക്കുന്നുണ്ടായിരുന്നല്ലോ. ആ സമയത്ത് കങ്ങ് മാത്യുവിൻ്റെ ചെരുപ്പ് ശ്രദ്ധിച്ചിരുന്നു. ആ ഒരു ഷൂ ശ്രദ്ധിച്ച കങ്ങ് മറ്റൊരു കാര്യം കൂടി ഓർക്കുകയാണ്. ദോഹുക്കിനെ രക്ഷിക്കാനായിട്ട് ദോഹുക്ക് പരിക്കേറ്റ് കിടന്ന സ്ഥലത്തേക്ക് കങ്ങ് ചെന്ന സമയത്ത് അതേ ഷൂ ഇട്ടിട്ട് ആരോ അതിൽ ഓടിപ്പോകുന്നതായിട്ട് കങ്ങ് ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും കൂടെ കണക്ട് ചെയ്യുന്ന കങ്ങിന് ഒരെത്തും പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത്. തൻ്റെ സംശയങ്ങളൊക്കെ ശരിയാണെന്നറിയാനായിട്ട് കങ്ങ് റാഹിനെ കണ്ട് സംസാരിച്ചിരുന്നു. കങ്ങ് റാഹിയുടെ അടുത്ത് ചോദിക്കുകയാണ്, ആ ദിവസം നീ എങ്ങനെ കറക്റ്റ് ആ ഒരു സ്ഥലത്തേക്ക് അവിടെ കേ ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലായി നിനക്കെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ റാഹി പറഞ്ഞിരുന്നു, അതിന് കുറച്ച് നാൾ മുന്നേ ഞാൻ മോനേനെ ഫോളോ ചെയ്ത ഒരു സ്ഥലത്ത് എത്തിയിരുന്നു. ആ സ്ഥലത്ത് കേയുടെ കാർ ഞാൻ കണ്ടിരുന്നു. അവിടെ അടുത്തുള്ളൊരു കടക്കാരൻ്റെ കയ്യിൽ ആ ഒരു കാറിൻ്റെ നമ്പറും കാറിൻ്റെ കളറും ഒക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം ഈ ഒരു കാറ് ഇനി കാണുകയാണെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെയാണ് എനിക്ക് ആ ഒരു കേ ഉണ്ടായിരുന്ന സ്ഥലം മനസ്സിലായത് എന്ന് റാഹി കങ്ങിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ആ കാറിൻ്റെ ഡീറ്റെയിൽസും നമ്പർ പ്ലേറ്റിൻ്റെ നമ്പറും ഒക്കെ റാഹി കങ്ങിന് വേണ്ടി കൊടുക്കുകയാണ്. അന്നേരം കങ്ങ് ഓർക്കുകയാണ്, ഇതേപോലത്തെ ഒരു കാറ് മാത്യുവിനും ഉണ്ടല്ലോ എന്നുള്ളൊരു കാര്യം. നിനക്ക് മാത്യുവിനെ പറ്റി എന്തൊക്കെ അറിയാം എന്നും കൂടി കങ്ങ് റാഹിയുടെ അടുത്ത് അന്വേഷിക്കുകയാണ്. റാഹി പറയാണ്, ഒരുപാട് കാര്യങ്ങളൊന്നും അറിയില്ല, പക്ഷെങ്കിലും ഒരു കാര്യം എനിക്കറിയാം, മാത്യു മിസ്റ്റർ ലീയേക്കാളും വളരെ വ്യത്യസ്തപ്പെട്ട ഒരാളാണ്. അങ്ങനെ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ മാത്യു സർഫ് ചെയ്ത കാര്യവും കൂടി റാഹി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കേട്ട കങ്ങ് ശരിക്കും ഞെട്ടിപ്പോവാണ്. കാരണം ജയിലിൽ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് കങ്ങിന് മിസ്റ്റർ ലീയെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ അറിയായിരുന്നു. അതിനൊപ്പം തന്നെയുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, അതായത് മിസ്റ്റർ ലീക്ക് വെള്ളം പേടിയായിരുന്നു. അതുകൊണ്ട് ഒരിക്കലും ഇതുപോലെ സർഫിംഗ് പോലത്തെ ഒരു അപകടകരമായ ഒരു കാര്യം വെള്ളത്തിലൂടെ ഒരിക്കലും മിസ്റ്റർ ലീ ചെയ്യില്ല എന്നുള്ള കാര്യത്തിൽ കങ്ങിന് നല്ല ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ ഫ്ലാഷ് ബാക്കിന് ശേഷം പ്രസൻറ്റിൽ ആ ഒരു വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് മാത്യു ശ്രമിക്കുകയാണ്. ആ ഒരു തൻ്റെ മേത്തുണ്ടായിരുന്ന ചെയിനുകളൊക്കെ വലിച്ചൂരിയതിന് ശേഷം സ്വന്തം മനസ്സിൽ മാത്യു ആലോചിക്കുകയാണ്, അതെ, ഞാൻ തന്നെയാണ് കെ, ഞാൻ തന്നെയാണ് ചെയർമാൻ ബങ്ങിനെയും ദാമിയെയും കൊന്നത്. ഈ സമയത്താണ് അങ്ങനെ എല്ലാ ട്വിസ്റ്റുകളും നമ്മൾക്ക് മുന്നിൽ അഴിയുന്നത്. ഒരു വോയിസ് മോഡുലേറ്റർ യൂസ് ചെയ്തിട്ട് ആ ഒരു ഡിറ്റക്റ്റീവിനെ കൊന്നതും മാത്യു തന്നെയായിരുന്നു. മാത്യു അഥവാ കെ തന്നെയായിരുന്നു ആ ഒരു കാറിലുണ്ടായിരുന്നത്. മാത്യു ഷിംജുൻ സോക്കിൻ്റെ ഫേസ് മാസ്ക് ഇട്ടുകൊണ്ടായിരുന്നു ആ ഒരു കാറിനുള്ളിൽ ഇരുന്നിരുന്നത്. ചെയർമാൻ ബങ്ങിനെ ആ ഒരു ബോംബ് വെച്ച് കൊന്നതും മറ്റാരും ആയിരുന്നില്ല, ഇതേ മാത്യു തന്നെയായിരുന്നു. അവിടെ കിടന്ന് ഭയങ്കര വിഷമമുള്ളതുപോലെ കരഞ്ഞ് കാറി കൂവി ഒക്കെ ചെയ്തതൊക്കെ നല്ല ഒന്നാം തരം അഭിനയമായിരുന്നു. ചെയർമാൻ ഷിമ്മിൻ്റെ സെക്രട്ടറിയോട് പറഞ്ഞിട്ട് ജിയെ കൊന്നതും ഇതേ കെ തന്നെയായിരുന്നു. ആ ഒരു ഗോഡൗണിലിട്ടിട്ട് ദോഹുക്കിനെ അത്ര കണ്ട് ഉപദ്രവിച്ചതും ഇതേ കെ തന്നെയായിരുന്നു. മാസ്ക് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ദോഹുക്ക് കെയുടെ മുഖം ശരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. കങ്ങും റാഹിയും ഒരുമിച്ചാണെന്ന് പറഞ്ഞുകൊണ്ട് ദോഹുക്കിനെ കാണിച്ച ആ ഒരു വീഡിയോയും ഫേക്കായിരുന്നു. അതും കെ സ്വയം ഉണ്ടാക്കിയെടുത്തൊരു വീഡിയോ ആയിരുന്നു ദോഹുക്കിനെ കങ്ങിനെതിരെ തിരിക്കാനായിട്ട്. ദോഹുക്കിൻ്റെ വീടിൻ്റെ ആ ഒരു ഡോറിന് പിന്നിൽ വന്ന് നിന്നതും ഇതേ കെ തന്നെയായിരുന്നു.
മാസ്ക് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ദോഹുക്കിന് അന്നേരവും അവൻ്റെ മുഖം കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വെള്ളത്തിൽ നിന്ന് ഇറങ്ങിയ കങ്ങ് വളരെ സങ്കടത്തോടു കൂടി തന്നെ മാത്യുവിനടുത്ത് ചോദിക്കുകയാണ്, നീ ആരാണെന്ന്. ഉത്തരം മനസ്സിൽ അറിയാമെങ്കിൽ കൂടി ഒന്ന് ഉറപ്പ് വരുത്താനായിട്ടായിരുന്നു കങ്ങ് ഇങ്ങനെ ചോദിച്ചത്. അങ്ങനെ ഒരു മടിയും കൂടാതെ നല്ലൊരു ചിരിയും കൂടെ പാസ്സാക്കിയതിന് ശേഷം മാത്യു പറയാണ്, ഞാൻ കെ ആണ്. ഓൾറെഡി അറിയാവുന്ന കാര്യമായിരുന്നെങ്കിൽ കൂടി ഇത് മാത്യുവിൻ്റെ വായിൽ നിന്ന് കേട്ടപ്പം ശരിക്കും വിശ്വസിക്കാൻ പറ്റാനാവാതെ കങ്ങ് അവിടെ നിൽക്കുകയാണ്. അങ്ങനെ കെയെ അവിടെ അടിച്ചിട്ട ശേഷം കങ്ങ് ചോദിക്കുകയാണ്, നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് തൻ്റെ ആൾക്കാരെ വിളിച്ചിട്ട് മാത്യുവിനെ അവിടുന്ന് കൊണ്ടുപോകാനായിട്ട് പറയുകയാണ്. പക്ഷേ ആ ഒരു സമയം കൊണ്ട് തന്നെ മാത്യു, അതായത് കെ, തൻ്റെ വശത്തേക്ക് ആ ആൾക്കാരെ മുഴുവനാക്കിയിട്ടുണ്ടായിരുന്നു. അവരെല്ലാം കൂടി ചുറ്റും കൂടി നിന്നിട്ട് കങ്ങിനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. കെ അതിനുശേഷം കങ്ങിനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ റാഹിയും ബാക്കിയുള്ളവരെയാണ് പിന്നീട് കാണിക്കുന്നത്. അവരവിടെ നല്ല ആഘോഷത്തിലായിരുന്നു. മിസ്റ്റർ ലീയെ തോപ്പിച്ചല്ലോ എന്നുള്ള സന്തോഷത്തിലായിരുന്നു അവരുടെ ആ ഒരു ആഘോഷം. അവരുടെ സംസാരത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം ആ ഒരു ചെയിൻസ് ഓൾറെഡി പൊട്ടിച്ചു വെച്ചിരിക്കുകയായിരുന്നു എന്നൊരു കാര്യം അവർക്ക് എല്ലാവർക്കും അറിയായിരുന്നു. പേടിക്കുന്ന പോലെ അഭിനയിച്ചാൽ മാത്രം മതി, അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് അവരെ വന്ന് രക്ഷിച്ചോളൂ എന്നുള്ള കാര്യം അവർക്ക് അറിയായിരുന്നു. ജിൻമോ ആ സമയത്ത് റാഹിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിനക്ക് എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി, നിന്നെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്തോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് റാഹി കങ്ങിൻ്റെ പേര് പക്ഷേ പറയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അതിനുശേഷം ജിൻമോയ്ക്ക് പങ്ങിയുടെ കോള് വരികയാണ്. കാര്യം എന്താണെന്ന് അന്വേഷിക്കുന്ന സമയത്ത് പങ്ങി പറയാണ്, ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരാൾ ഇവിടെ വന്നിട്ട് ഹന്നൻ്റെ അടുത്ത് കുറേ നേരം ഇന്ന് സംസാരിച്ചു, എന്നിട്ട് എന്നെ കണ്ടപ്പോഴേക്കും പോവുകയും ചെയ്തു എന്ന് പറയാണ്. ആ സമയത്ത് ജിൻമോ ചോദിക്കുകയാണ്, അയാളെ കാണാൻ എങ്ങനെ ഇരിക്കുമെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും ഓർക്കുന്നില്ലെങ്കിലും മുഖമൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ അയാളുടെ നഖത്തിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്ന് പറയുകയാണ്. ആ സമയത്ത് ജിൻമോ ആലോചിക്കുകയാണ്, ഷിംജിൻസോക്കിനെ കാണുന്ന സമയത്തൊക്കെ ഷിംജിൻസോക്ക് നെർവസ് ആവുന്ന സമയത്ത്, അതായത് ചില ടെൻഷനൊക്കെ വരുന്ന സമയത്ത് അവന് വല്ലാണ്ട് നഖം കടിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നഖമൊക്കെ ഒരുമാതിരി പൊട്ടിയിരിക്കുന്ന അവസ്ഥയിലായിരുന്നു ഇരുന്നത്. ആ ഒരു നഖങ്ങളുടെ കാര്യം കേട്ടപ്പോൾ തന്നെ ജിൻമോയ്ക്ക് മനസ്സിലാവുകയാണ് ഹന്നനെ കണ്ട് സംസാരിച്ചത് മറ്റാരും അല്ല കെ ആണെന്നുള്ളത്. അങ്ങനെ കെ ഹന്നയുടെ കാര്യം അറിഞ്ഞു എന്നുള്ളതും കൂടി ജിൻമോ ഉറപ്പുവരുത്തുകയാണ്. ജിൻമോ എത്രയും പെട്ടെന്ന് അവിടുന്ന് അവരുടെ അടുത്ത് നിന്ന് പോവാണ്. ഈ കോൺവെർസേഷനൊക്കെ മാറി നിന്നുകൊണ്ട് റാഹി കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നീട് മാത്യുവിനും ദോഹുക്കിനെയാണ് കാണിക്കുന്നത്. രണ്ടുപേരും ഇപ്പോൾ മാത്യുവിൻ്റെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. ബോധം വന്ന ദോഹുക്ക് മാത്യുവിനെ ഒരു കുഴപ്പമില്ലാതെ കണ്ടിട്ട് വളരെ സന്തോഷത്തിലും സങ്കടത്തിലും കെട്ടിപ്പിടിക്കുകയാണ്. കങ് എവിടെ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് മാത്യു ഇങ്ങനെയാണ് പറയുന്നത്, അതായത് കങ്ങിനെ ഞാൻ അന്വേഷിച്ചിട്ട് എവിടെയും കിട്ടാനില്ല, വീട്ടിലും അവൻ പോകാനുള്ള സ്ഥലങ്ങളിലും ഒക്കെ ഞാൻ അന്വേഷിച്ചു, എവിടെ പോയെന്ന് ഒരു പിടിയില്ല എന്ന് പറയുകയാണ്. പിന്നീട് ദോഹുക്ക് വേറൊരു കാര്യം പറയാണ്, അന്ന് കണ്ട കേട് ചെരുപ്പ് പോലത്തെ തന്നെ ഒരു ചെരുപ്പ് ഞാൻ കങ്ങിൻ്റെ കാറിൽ കണ്ടു, എനിക്കിതൊന്നും വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നില്ല. എങ്ങനെയാണ് കങ്ങിന് നമ്മളെയൊക്കെ ചതിച്ചിട്ട് സോങ്ഷൻ ഗ്രൂപ്പിൻ്റെ കൂടെ ചേരാനായിട്ട് തോന്നിയത്? അന്നേരം മാത്യു പറയാണ്, കങ്ങും മനുഷ്യനല്ലേ, ഏതെങ്കിലും ഒരു നിമിഷത്തിൽ പൈസയോടുള്ള അത്യാഗ്രഹം കൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ ചെയ്തത്. ഇപ്പോൾ സോങ്ഷൻ ഗ്രൂപ്പ് കങ്ങിനെ എന്തെങ്കിലും ചെയ്ത് കാണാനും സാധ്യതയുണ്ട്. അങ്ങനെ ഇതൊക്കെ കേട്ട് തീരെ സഹിക്കാൻ വയ്യാതെ ദോഹുക്ക് അവിടെ നിൽക്കുകയാണ്. തിരിഞ്ഞു നിന്നിട്ട് കെ നല്ലതായിട്ട് ചിരിക്കുന്നുണ്ട്. എത്ര എളുപ്പത്തിലാണ് ഞാനിവനെ പൊട്ടനാക്കിയത് എന്നാണ് കെ മനസ്സിൽ വിചാരിക്കുന്നത്. പിന്നീട് തിരിഞ്ഞു നിന്നിട്ട് ദോഹുക്കിൻ്റെ അടുത്ത് പറയാണ്, നീ ഇപ്പോൾ റെസ്റ്റ് എടുക്കണം, കാരണം നാളെ തൊട്ടുള്ള നമ്മുടെ യുദ്ധം ഇതിലും കഠിനമാവാനായിട്ട് പോവാണ്. അങ്ങനെ ദോഹുക്കിൻ്റെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയ കെയ്ക്ക് അമിതമായ സന്തോഷം ഉണ്ടായിരുന്നു. അവൻ അവിടെ വന്നിട്ട് ആ ഒരു വീട്ടിലുണ്ടായിരുന്ന ഒരു സീക്രട്ട് റൂം തുറന്നിട്ട് അതിനുള്ളിലേക്ക് കയറുകയാണ്. അവിടെ കുറേ CCTV ക്യാമറയുടെ വിഷ്വൽസ് വന്ന് ഇരിപ്പുണ്ടായിരുന്നു. അതിൽ ഒരു വിഷ്വലിൽ നമുക്ക് കാണാം ആ ഒരു ഏതോ ഒരു സ്ഥലത്ത് ബന്ധിച്ച് വെച്ചിരിക്കുന്ന ആ ഒരാളെ ഇതിനകത്ത് ഇപ്പോൾ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ മാത്യു അല്ല യഥാർത്ഥ മിസ്റ്റർ ലീ എന്ന് മനസ്സിലായില്ലേ? ചിലപ്പം ഈ ഒരാളായിരിക്കും മിസ്റ്റർ ലീ. അതേ സ്ഥലത്ത് തന്നെ കങ്ങിനെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു കെ. അങ്ങനെ ആ ഒരു സ്ഥലത്തേക്ക് കെ ചെല്ലുകയാണ്. കെയെ കണ്ട കങ്ങ് ചോദിക്കുകയാണ്, നീ എത്ര നാളായിട്ട് മിസ്റ്റർ ലീ ആയിട്ട് ഞങ്ങളെ പറ്റിച്ചുകൊണ്ട് നടക്കുന്നു എന്ന്. അങ്ങനെ മുഴുവൻ ഫ്ലാഷ് ബാക്കും കങ്ങിൻ്റെ അടുത്ത് കെ പറയാനായിട്ട് തുടങ്ങുകയാണ്. മിസ്റ്റർ ലീ ജയിലിലായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് മുഖം പൊള്ളിയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് മിസ്റ്റർ ബങ്ങിനെയായിരുന്നു അതിനുശേഷം മിസ്റ്റർ ലീക്ക് പകരമായിട്ട് ജയിലിലേക്ക് വിട്ടത്. ഈ ഒരു കാര്യമൊക്കെ കണ്ടുകൊണ്ട് ഷിംസൺസൊക്കെ അവിടെ ഒരു ഗാർഡിൻ്റെ രൂപത്തിൽ വന്ന് നിന്ന് കാണുന്നുണ്ടായിരുന്നു. അതിനുശേഷം കങ്ങ് മിസ്റ്റർ ലീയെ വിളിച്ചിരുത്തി ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞതും ഒക്കെ ഷിംസൺസൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്നെ അവരുടെ മുഴുവൻ പ്ലാനും അവന് മനസ്സിലാവുകയാണ്. അങ്ങനെ മിസ്റ്റർ ലീക്ക് പ്ലാസ്റ്റിക് സർജറി നടന്നുകൊണ്ടിരുന്ന സമയത്ത് കെ അവിടെ ചെന്നിട്ട് അവൻ്റെ സ്വന്തം മുഖം പ്ലാസ്റ്റിക് സർജറി ചെയ്ത് മാറ്റുകയാണ്. മിസ്റ്റർ ലീയെ അവിടെ നിന്ന് മാറ്റുന്നുണ്ട്. കൂടാതെ മിസ്റ്റർ ലീയുടെ ദേഹത്തുള്ള പോലത്തെ അതേ ഒരു പാട് സ്വന്തം ദേഹത്ത് അവൻ ടാറ്റു ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ ഫ്ലാഷ് ബാക്കിന് ശേഷം
കെ തിരിച്ചു കങ്ങിൻ്റെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കുകയാണ്. നിനക്കെപ്പോൾ മനസ്സിലായി ഞാൻ മിസ്റ്റർ ലീ അല്ല എന്നുള്ള കാര്യം? ഒരുപാട് കാര്യങ്ങൾ എനിക്ക് സംശയം തോന്നിയിരുന്നു. മെയിനായിട്ടും എനിക്ക് സംശയം തോന്നിയത് മിസ്റ്റർ ലീ ഒരിക്കലും സർഫ് ചെയ്യില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. അവന് വെള്ളം പേടിയാന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. അത് കേട്ടപ്പം എനിക്ക് ഉറപ്പിക്കാനായിട്ട് സാധിച്ചു നീ ഒരിക്കലും മിസ്റ്റർ ലീ അല്ല എന്നുള്ളത്. ജയിലിൽ വെച്ച് മിസ്റ്റർ ലീ ആയിട്ട് കങ്ങ സംസാരിക്കുന്ന സമയത്ത് മിസ്റ്റർ ലീ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടുന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ട് എൻ്റെ മോളെ എങ്ങനെയെങ്കിലും ഞാൻ കണ്ടുപിടിക്കും. അതിനുശേഷം ഏതെങ്കിലും ആരും എത്താത്തൊരു സ്ഥലത്തേക്ക് എൻ്റെ മോളെയും കൊണ്ട് ഒരു ചെറിയ വീട്ടിൽ മാറി താമസിക്കും. അവളെ ഇനിയെങ്കിലും ഞാൻ സംരക്ഷിക്കും. കങ്ങ് ആ സമയത്ത് ചോദിക്കുകയാണ്, ഇനി നീ തിരിച്ചെല്ലുന്ന സമയത്ത് നിൻ്റെ മകൾ ജീവനോടെ ഇല്ലെങ്കിലോ, നീ അന്നേരം എന്ത് ചെയ്യും ചോദിക്കുകയാണ്. മിസ്റ്റർ ലീ അന്നേരം പറയുകയാണ്, എങ്ങാനും എൻ്റെ മോൾക്ക് സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്ത ആളെ കണ്ടുപിടിച്ചതിന് ശേഷം അവനെ ഇഞ്ചിഞ്ചായി കൊന്നിട്ട് ഞാൻ സ്വയം മരിക്കും. പ്രസൻറ്റിൽ കങ്ങ് മാത്യുവിൻ്റെ അടുത്ത് പറയാണ്, മിസ്റ്റർ ലീ അദ്ദേഹത്തിൻ്റെ പ്രതികാരത്തിന് വേണ്ടിയിട്ട് മരിക്കാൻ വരെ തയ്യാറായിരുന്നു, അല്ലാതെ ഒരിക്കലും പൈസയുടെ പുറകിലെ പോകുന്ന ഒരാളല്ലായിരുന്നു അദ്ദേഹം. ആ സമയത്ത് കെ പറയാണ്, അതൊക്കെ വെറുതെയാ, ആരും ആർക്കു വേണ്ടി മരിക്കാനൊന്നും പോകുന്നില്ല. പോരാത്തതിന് ആ ദാമി എന്ന് പറഞ്ഞ പെണ്ണ് മിസ്റ്റർ ലീയുടെ സ്വന്തം മകളും പോലുമല്ല. ആ സമയത്ത് കങ്ങ് മാത്യുവിൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ട്, നീ ഒരിക്കലും മിസ്റ്റർ ലീയെ ഇൻസൾട്ട് ചെയ്യരുത്, നിനക്ക് അതിനുള്ള യോഗ്യത പോലും ഇല്ലെന്ന് പറയാണ്. ഇത് കേട്ട കെയ്ക്ക് ശരിക്കും ദേഷ്യം വരികയാണ്. അവിടെ ഇരുന്നൊരു കമ്പി എടുത്തിട്ട് കങ്ങിനെ ഉപദ്രവിക്കാനായിട്ട് തുടങ്ങുകയാണ് കെ. അങ്ങനെ അടിക്കുന്നത് നിർത്തിയതിന് ശേഷം കെ ചോദിക്കുകയാണ്, നീ എൻ്റെ ക്വസ്റ്റ്യന് ഉത്തരം പറഞ്ഞാൽ മതിയാവും. ചെയർമാൻ ബാങ്കിൻ്റെ പൈസ എവിടെയാണ് ഇരിക്കുന്നത്? ആ സമയത്ത് കങ്ങ് തിരിച്ചൊരു മറുചോദ്യം ചോദിക്കുകയാണ്, മിസ്റ്റർ ലീ എവിടെയാണ്? ആ സമയത്ത് കെ പറയാണ്, മിസ്റ്റർ ലീയെ ഇനി നിനക്ക് കാണണമെന്നുണ്ടെങ്കിൽ ചെയർമാൻ ബാങ്കിൻ്റെ പൈസ എവിടെയാണെന്ന് നീ പറഞ്ഞേ പറ്റൂ. ഈ ഒരൊറ്റ ഡയലോഗോടുകൂടി കങ്ങിന് മനസ്സിലാവുകയാണ് ലീ എവിടെയോ ജീവനോടെ ഉണ്ടെന്ന്. നീ ഇപ്പോഴും എന്തിനാ മിസ്റ്റർ ലീയെ ജീവനോടെ വെച്ചിരിക്കുന്നത്? തിക്കിത്തക്കയുടെ ബിസിനസ് പ്ലാൻ നീ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിക്കഴിഞ്ഞു. ഇനി അദ്ദേഹത്തെ കൊണ്ട് നിനക്ക് ഒരു ഉപകാരവും ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ് നീ അദ്ദേഹത്തിനെ ജീവനോടെ വെച്ചിരിക്കുന്നത്? എനിക്കറിയാം, പണ്ട് തൊട്ട് നിൻ്റെ ടാർഗറ്റ് ദാമിയോ മിസ്റ്റർ ലീയോ ഒന്നുമല്ല, നിൻ്റെ ടാർഗറ്റ് ദോഹുക്കാണ്. പക്ഷേ എന്തുകൊണ്ടാണ് നിനക്ക് ദോഹുക്കിൻ്റെ അടുത്ത് ഇത്ര ശത്രുതയുള്ളതെന്നുള്ള കാര്യം മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. ആ സമയത്ത് ദോഹുക്കിനെ നോക്കുന്ന ഡോക്ടറെ കാണിക്കുകയാണ്. അയാൾ ദോഹുക്കിനെ വേറെന്തോ ഒരു മരുന്ന് കുത്തിവെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചിലപ്പോൾ ബോധം കെടുത്ത് ഇടാനായിട്ടുള്ളതായിരിക്കും. ആ സമയത്ത് മാത്യുവിൻ്റെ മെസ്സേജ് ആ ഒരു ഡോക്ടർക്ക് എത്തുകയാണ് എത്രയും പെട്ടെന്ന് താഴേക്ക് വരാനായിട്ട്. അതിനുശേഷം ജിൻമോയാണ് കാണിക്കുന്നത്. ജിൻമോ ഹോസ്പിറ്റലിൽ എത്തി ഹന്നനെയും പെങ്ങിനെയും കൊണ്ട് അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. കൂടാതെ ഒരു ഹോട്ടലിൽ എവിടെയോ റൂം എടുത്തതിന് ശേഷം അവരെ അവിടെ കൊണ്ട് ആക്കുകയാണ്. ഹന്നയുടെ പാസ്പോർട്ട് റെഡിയാവുന്നിടം വരെ നിങ്ങൾ രണ്ടും ഇവിടെ തന്നെ താമസിക്കേണ്ടി വരും, സേഫ് ആയിട്ടിരിക്കണം എന്ന് പറഞ്ഞിട്ട് ജിൻമോ അവിടുന്ന് പോകാനായിട്ട് ഒരുങ്ങാണ്. ആ സമയത്ത് ജിൻമോയെ വിളിച്ചതിന് ശേഷം നിങ്ങളും സേഫായിട്ടിരിക്കണമെന്ന് ഭംഗി പറയുകയാണ്. അങ്ങനെ അവിടുന്ന് പുറത്തിറങ്ങുന്ന ജിൻമോ ചെയർമാൻ ഷിമ്മിൻ്റെ സെക്രട്ടറി ആയ മിസ്റ്റർ ഗു അവിടെ അയാളുടെ ആൾക്കാരുമായിട്ട് എത്തിയിരിക്കുന്നതായിട്ട് കാണുകയാണ്. അങ്ങനെ കണ്ട ജിൻമോ അവിടുന്ന് എത്രയും പെട്ടെന്ന് ഓടിയിട്ട് പിറകിലത്തെ വാതിലിൽ കൂടി പുറത്തിറങ്ങുകയാണ്. അങ്ങനെ മിസ്റ്റർ ഗുവും അദ്ദേഹത്തിൻ്റെ ആൾക്കാരും കൂടി ഭംഗിയുടെ റൂമിൽ വന്ന് കതക് കൊട്ടുകയാണ്. ജിൻമോ തിരിച്ചു വന്നായിരിക്കും എന്നാണ് ഭംഗി വിചാരിക്കുന്നത്. അങ്ങനെ ജിൻമോ ആണെന്ന് കരുതിയിട്ട് ഭംഗി വാതിൽ തുറക്കുകയാണ്. പക്ഷേ മിസ്റ്റർ ഗുവിൻ്റെയും ആൾക്കാരെയും കണ്ടിട്ട് ഭംഗി ഞെട്ടിപ്പോവാണ്. ഭംഗി അവിടുന്ന് ബോധം കെടുത്തിയതിന് ശേഷം അവിടുന്ന് കൊണ്ടുപോകാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കാറെടുത്ത് തിരിച്ചു പോകാനായിട്ട് തുടങ്ങുന്ന സമയം കൊണ്ട് ജിൻമോ അവിടേക്ക് വരികയാണ്. എന്നിട്ട് ഒരു ഭ്രാന്തനെ പോലെ അവിടെ വണ്ടിയൊക്കെ ഇടിച്ച് തകർത്ത് ഗ്ലാസ്സൊക്കെ പൊട്ടിച്ചതിന് ശേഷം ഭംഗി ഉണ്ടായിരുന്ന കാറിലെ ഡ്രൈവറിനെ എടുത്ത് മാറ്റിയിട്ടിട്ട് ആ കാർ എടുത്തിട്ട് ജിൻമോ അവിടുന്ന് പോവാണ്. അങ്ങനെ ഒരു സീക്രട്ട് റൂമിലേക്ക് ഡോക്ടറിനെ വിളിച്ചു വരുത്തിയതിന് ശേഷം എന്തെങ്കിലും സ്ട്രോങ് ആയിട്ട് ഉപയോഗിക്കണം എന്ന് പറയാണ്. കങ്ങിൻ്റെ വായിൽ നിന്ന് സത്യം വരാനായിട്ട് എന്തോ ഒരു ഡ്രഗ്സ് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കാനായിട്ടായിരുന്നു കെയുടെ പ്ലാൻ. അങ്ങനെ ആ ഒരു ഡോക്ടറെ കൊണ്ട് എന്തോ ഒന്ന് ഇഞ്ചെക്ട് ചെയ്യിപ്പിക്കുന്നുമുണ്ട്. അതിനുശേഷം ആ ഒരു ഡ്രഗ് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങുന്ന ആ ഒരു സമയത്ത് കെ മിസ്റ്റർ ബങ്ങിൻ്റെ പൈസ എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്ന് കങ്ങിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. കങ്ങ് മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്ത് ആ ഒരു കാര്യം ആലോചിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ കൂടി കങ്ങിൻ്റെ വായിൽ നിന്ന് ഒരു നമ്പർ പുറത്തേക്ക് വരികയാണ്. 0019 എന്ന നമ്പർ കങ്ങ് പറയാണ്. ആ ഒരു സ്ഥലം ഒക്കെ മാക്സിമം ഓർക്കാതിരിക്കാനായിട്ട് കങ്ങ് ശ്രമിച്ചെങ്കിലും ഈ ഒരു നമ്പർ അറിയാതെ പറഞ്ഞു പോവാണ്. അത് ചിലപ്പം പാസ്വേഡ് ആവാൻ സാധ്യതയുണ്ട് എന്ന് കെയ്ക്ക് മനസ്സിലാവുകയാണ്. ആ ഒരു ലൊക്കേഷൻ എവിടെയാണെന്ന് കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ അത് പറയാൻ പറ്റുന്നതിന് മുമ്പ് തന്നെ കങ്ങിൻ്റെ ഫോൺ അടിക്കുകയാണ്. അങ്ങനെ മനസ്സ് ഡൈവേർട്ടായി പോയതുകൊണ്ട് തന്നെ ആ ഒരു ഡ്രഗ്സിൻ്റെ ഇൻഫ്ലുവൻസും അവിടെ കഴിയുകയാണ്. കെ നോക്കുന്ന സമയത്ത് കങ്ങിനെ വിളിച്ചത് മറ്റാരുമായിരുന്നില്ല, ജിൻമോ ആയിരുന്നു. അങ്ങനെ ആ ഒരു കങ്ങിൻ്റെ കോൾ അറ്റൻഡ് ചെയ്തതിന് ശേഷം വോയിസ് മോഡുലേറ്റർ ഉപയോഗിച്ചിട്ട് കങ്ങിൻ്റെ സ്വരത്തിൽ കെ ജിൻമോയുടെ അടുത്ത് സംസാരിക്കുകയാണ്. കങ്ങാണ് സംസാരിക്കുന്നത് എന്ന് കരുതിയിട്ട് ജിൻമോ ഭംഗിയെയും ഹന്നേനെയും സംരക്ഷിക്കണം എന്ന് കങ്ങിൻ്റെ അടുത്ത് പറയുകയാണ്. കാരണം ആ ഒരു കെ ഇപ്പം ഹന്നയുടെ ഒക്കെ പിറകെ കൂടിയിരിക്കുകയാണ്. കാരണം ഞാനിപ്പോൾ നോക്കുന്ന ഹന്ന എന്ന് പറഞ്ഞ പെൺകുട്ടി കെയുടെ കുട്ടിയാണ്.
ഇത് കേൾക്കുന്ന കെ ശരിക്കും ഒരു കാര്യം മനസ്സിലാവുകയാണ്. അതായത് ഹന്ന ശരിക്കും അവൻ്റെ മോള് തന്നെയാണെന്നുള്ള കാര്യം. ആ ഒരു കാര്യത്തിൽ കെയ്ക്ക് ചെറിയ സംശയം ഉണ്ടെങ്കിൽ കൂടി ഇപ്പോൾ ജിൻമോയുടെ വായിൽ നിന്ന് തന്നെ കേട്ടപ്പം അവനെ ഉറപ്പുവരുത്തുകയാണ്. ജിൻമോ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു സമയത്ത് കെയെ ബ്ലാക്ക്മെയിൽ ചെയ്യാനായിട്ട് ഇങ്ങനൊരു മോള് ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളൊരു കാര്യം കെയെ ഞാൻ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന്. ആ സമയത്ത് കങ്ങിൻ്റെ സ്വരത്തിൽ കെ പറയാണ്, ശരി, പങ്ങിനെയും ഹന്നനെയും ഞാൻ സംരക്ഷിക്കാം. പക്ഷേ എനിക്കൊരു കണ്ടീഷനുണ്ട്. അവരുടെ സംരക്ഷണം ഞാൻ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതിനുശേഷം നീ ഒരിക്കലും പങ്ങിനെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. കുറച്ച് സങ്കടത്തോടു കൂടി ആണെങ്കിൽ കൂടി പങ്ങീനെയും ഹന്നേനെയും സേഫായിട്ട് വെക്കാൻ ഇതേ ഉള്ളൊരു മാർഗ്ഗം എങ്കിൽ അതിനും ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് ജിൻമോ ആ ഒരു കണ്ടീഷന് സമ്മതിക്കുകയാണ്. അങ്ങനെ കണ്ടീഷനെ സമ്മതിച്ചുകൊണ്ട് തന്നെ കെ നിങ്ങളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് തന്നെ തൻ്റെ ആൾക്കാരെ കെ അങ്ങോട്ടേക്ക് വിടുകയാണ്. കാറ് തുറന്ന് ജിൻമോ നോക്കുന്ന സമയത്ത് പങ്ങിയും ഹന്നയും ഇപ്പോഴും മയക്കത്തിൽ തന്നെയായിരുന്നു. അവരെ ഇനി ഒരിക്കലും കോൺടാക്റ്റ് ചെയ്യരുത് എന്ന കങ്ങിന് വാക്ക് കൊടുത്തുകൊണ്ട് തന്നെ ജിൻമോ അവിടെ ഇമോഷണലായിട്ട് ഒരു ഗുഡ് ബൈ ഒക്കെ പറഞ്ഞതിന് ശേഷം അവിടെ നിന്ന് പോവാണ്.